ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പകുതി ഇവിടെ ഇല്ല, നെക്സ്റ്റ് ഡേ വരും. ആളെ കുറച്ച് ബിസി ആയതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇന്നൊരു വീഡിയോ എന്തായാലും ചെയ്തേക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്തായാലും നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണും. രേണുസുതി ഇറ എന്നെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സോ രേണുസുതി എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും എയറിൽ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ബിഗ് ബോസിൽ പോയ കുറച്ച് സമയങ്ങളിൽ മാത്രമാണ് എയറിൽ നിന്ന് താഴെ നിന്നതെന്ന് പറയാൻ പറ്റിയത്. അപ്പോൾ കുറച്ച് സമയമാണ് ഒരു പോസിറ്റിവിറ്റി പുള്ളിക്കാരി ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. വീണ്ടും പുള്ളിക്കാരി വന്നപ്പോൾ ഒരു നെഗറ്റിവിറ്റിയിലൂടെയാണ് വന്നത്. ആ ഒരു നെഗറ്റിവിറ്റി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. അതിന് ഒരു വലിയ ഹാറ്റ്സ് ഓഫ്. സോ ഇതുവരെ നമ്മൾ ഓരോ ആൾക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരിക്കൽ പോലും ഈ നെഗറ്റിവിറ്റി ഇത്ര കണ്ടിന്യൂസ് ആയിട്ട് ആരും ഇങ്ങനെ നെഗറ്റീവിൽ ഇങ്ങനെ എയറിൽ തന്നെ നിന്നിട്ടില്ല. രേണുസുതിക്ക് അറിയാം ഈ ഒരു നെഗറ്റിവിറ്റി പുള്ളിക്കാരിയെ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഒരു ക്യാരക്ടർ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. എവിടെയെങ്കിലുമൊക്കെ ഉദ്ഘാടനത്തിനും അതിനും ഇതിനും ഒക്കെ പോയി കഴിയുമ്പം ഓരോ ആൾക്കാരെ രേണുസുതി എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഒരു സെൽഫി എടുക്കാൻ പറയുമ്പോഴും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴൊക്കെ വളരെ മിതമായിട്ട് വളരെ സ്നേഹത്തോടെയാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. പക്ഷെ വേറൊരു ക്യാരക്ടർ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്, ഈ ഒരു കൂടെ നടക്കുന്ന വിളിച്ചു വരുത്തുന്നതാണോ അതോ എപ്പോഴും കൂടെ നടക്കുന്നതാണോ എന്നൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം ഇത്രയ്ക്കും പോപ്പുലറായിട്ടുള്ള ഒരു ആൾക്കാർ പോലും അതിനേക്കാളും ഒക്കെ രേണുസുതിനേക്കാളും ഒക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ആൾക്കാർ പോലും ഇങ്ങനെ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഇരിക്കുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം അവരുടെ വീഡിയോസൊന്നും നമ്മൾ കാണത്തില്ല. ഇപ്പോൾ ഈ നീലക്കുയിൽ അങ്ങനത്തെ കുറേ ഓൺലൈൻ മീഡിയാസ് ഉണ്ടല്ലോ, ഓൺലൈൻ ചാനലുകളുണ്ട്. അപ്പോൾ ആ ചാനലുകളിലൊക്കെ രേണുസുതി ഇപ്പോൾ ഫുഡ് കഴിച്ചാലും അവിടെ ഇരുന്നാലും ഇങ്ങനെ ഇരുന്നാലും മറിച്ചിരുന്നാലും എല്ലാം വീഡിയോസായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് അറിയാം ഈ നെഗറ്റിവിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റിവിറ്റിനേക്കാൾ കൂടുതലായിട്ടും അതൊരു ഫെയിം ആകും എന്നുള്ളത്. അപ്പം ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ ഈ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ചാണ് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ രേണുസുതിനെ പോലെയാണ്. ഇപ്പം നെഗറ്റീവ് ആയാൽ എന്താ, നല്ല പൈസ കിട്ടൂലേ, അപ്പം എന്ത് കാണിച്ചിട്ടാണെങ്കിലും ഒന്ന് വൈറലായാൽ മതി, അതിന് പോസിറ്റീവ് ചെയ്യണം. അപ്പം പോസിറ്റീവ് ചെയ്ത് കഴിയുമ്പം ഒരു 100 പേര് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്തൊരു 10 പേര് അല്ലെങ്കിൽ ഒരു 5 പേരോ അല്ലെങ്കിൽ 1 2 ആൾക്കാരൊക്കെ ശ്രദ്ധിക്കപ്പെടത്തുള്ളൂ. സോ അപ്പം നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വൈറലാകും. എങ്ങനെയെങ്കിലും വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രേണുസുതിനെ പോലെ ആയില്ലേ. രേണുസുതി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ഗട്ട്സ് ഉണ്ട്, എന്നെ ഇത്രയും നെഗറ്റീവ് പറഞ്ഞിട്ടും ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു, എന്നെ ഒന്നും അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് ഒരു ഇത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധനം ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് നമുക്കിപ്പോൾ കാണാൻ കഴിയും. അപ്പോൾ ഒരുപാട് ചേച്ചിമാരൊക്കെ ഇങ്ങനെ നമുക്ക് വലിയ ജോലികളോ കൂലികളോ അങ്ങനെയൊന്നും ഇല്ലാത്തവരൊക്കെ രേണുസുതി ആകാൻ വേണ്ടിയിട്ട് നടക്കും. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്കൊക്കെയാണ് ഞാൻ കണ്ടത്. എനിക്കത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റിയില്ല. സോ അങ്ങനെ കുറേ ആൾക്കാരെ അത് മിസ്ലീഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും രേണുസുതി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാലം മാത്രം, അതായത് ബിഗ് ബോസിൽ പോയ ആ ഒരു ടൈം മാത്രമാണ് പോസിറ്റിവിറ്റി കൊണ്ടുവന്നിട്ടുള്ളൂ. അതിനുശേഷം ഫുൾ നെഗറ്റിവിറ്റിയാണ് കൊണ്ടുവരുന്നത്. പുള്ളിക്കാരി എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഒരു ഹിൻറ്റ് ഇട്ട് തന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ അനുമോളുടെ ഒരു ഇഷ്യൂ, അനുമോളുടെ കാര്യം ഇപ്പോൾ പുള്ളിക്കാരി അത് മറിഞ്ഞു തിരിഞ്ഞ് പറയുന്നുണ്ട്. ഞാൻ അനുമോളെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറയാൻ ആളല്ല, ഞാൻ എന്തിനു പറയണം. പക്ഷെ അതിന് മുന്നേ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ ചോദിച്ചു കഴിയുമ്പം പുള്ളിക്കാരി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശരിക്കും ആ ഒരു ഭയങ്കര ഡിഫറൻസ്. പുള്ളിക്കാരി ഇട്ട് കൊടുക്കും, അത് പിന്നെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ കിടന്നങ്ങ് ഉരുളും. അതായത് ഇപ്പം സുധിച്ചേട്ടൻ്റെ ഡേറ്റ് ഓർമ്മയില്ലാത്ത കാര്യം, അതുപോലെ തന്നെ അനുമോളുടെ ഇഷ്യൂ, അതുപോലെ തന്നെ ഒരാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്, അത് മുസ്ലിം ആയിരിക്കും, ആള് ഈയിടെ വിളിച്ച് വഴക്ക് പറഞ്ഞു എന്നോ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഹിൻഡ് ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടേയിരിക്കും. അപ്പം രേണുസുതിക്ക് അറിയാം എങ്ങനെയെങ്കിലും എയറിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഒരു നമ്മളിപ്പം ഞാൻ ഒരിക്കലും കുറ്റം പറയുകയല്ല, ഞാൻ അത്രയും പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ആളുമല്ല. പക്ഷേ എങ്കിൽ കൂടിയും ഇപ്പം നമ്മളൊരു ആക്ടിങ് ആണെങ്കിലും പുള്ളിക്കാരിയുടെ ഡാൻസ് ആണെങ്കിലും പുള്ളിക്കാരിയുടെ പാട്ടാണെങ്കിലും ഇറ്റ്സ് നോട്ട് നമ്മളുടെ ഇപ്പം ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന അത്രയും ഒന്നും ഒരു രീതിക്കും എനിക്ക് പറയാൻ പറ്റിയെന്ന് തോന്നിയിട്ടില്ല. ചെയ്യും ആൾ എല്ലാം ഒരു സ്റ്റേജ് ഫിയറോ കാര്യങ്ങളോ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും യെസ്
എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരി ചെയ്യും. പക്ഷേ എങ്കിൽ കൂടിയും എന്താ പറയുക, അത് ഭയങ്കര അങ്ങ് അപ്രിഷ്യേറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവന്ന് ആ നെഗറ്റിവിറ്റി കൊണ്ടുവന്നിട്ട് എപ്പോഴും എയറിലിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കഴിവ് പുള്ളിക്കാരിക്ക് എപ്പോഴും ഉണ്ട്. പിന്നെ എപ്പോഴും കൂടെ ഈ നീലക്കുയിൽ അങ്ങനത്തെ കുറേ മീഡിയാസിനെ വിളിച്ച് അവരെ കൊണ്ട് നടക്കുന്നതായിരിക്കും. കാരണം അതിലും വലിയ ആക്ടേഴ്സും ആക്ട്രസസും ഒക്കെ ഉണ്ട്. അവരുടെ ഒന്നും അവർ പോകുന്നതും വാഷ്റൂമിൽ പോകുന്നതും കുളിക്കുന്നതും ഉടുപ്പിടുന്നതും നടക്കുന്നതും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ പല കാര്യങ്ങളും പുള്ളിക്കാരി ഞാൻ കാണാറില്ല, ഞാനിങ്ങനെ ചെയ്യാറില്ല, പക്ഷേ എല്ലാ കമൻസിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. ഈ കമൻസൊക്കെ വെച്ചിട്ട് തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത് ഈ ഒരു മീഡിയക്കാരോട് പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനൊരു നെഗറ്റിവിറ്റി ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് എറർ തന്നെയാണ് പുള്ളിക്കാരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് കണ്ട് ഒരുപാട് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒരുപാട് കേസുകൾ ഈയിടയ്ക്കൊക്കെ കണ്ടു അല്ലേ, ബസ്സിൽ കയറി അങ്ങനെ പിടിച്ചു ഇങ്ങനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികൾ ഓരോരുത്തർ വീഡിയോ ഇട്ടതും അതേ തുടർന്ന് ഒരാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഇപ്പോൾ എല്ലാവരെയും മനസ്സിലുള്ളൊരു ചിന്തയാണ് പോസിറ്റീവ് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ കുറേ പോസിറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫെയിമൊന്നും ആകാൻ പോകുന്നില്ല. സോ നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ വൈറലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് കുന്തം ഇട്ടാലും നമുക്ക് പിന്നെ റീച്ചും കാര്യങ്ങളും ഒക്കെ കിട്ടും. സോ രേണുസുതി കണ്ടില്ലേ, നമ്മളവിടെ പൈസ മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ നമ്മളിത് മാത്രം മൈൻഡ് ചെയ്താൽ മതി. സോ ഫോർ എക്സാമ്പിളായിട്ട് രേണുസുതി ഉണ്ടല്ലോ എന്നുള്ളത്, സോ അത് ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ നെഗറ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. യെസ്, നമ്മൾ ഇപ്പം കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ സംഭവം റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ നമ്മൾക്ക് ഓരോ കണ്ടൻറ്റുകൾ കിട്ടും. സോ നമ്മളതെടുത്ത് എന്തായാലും ഈവൻ ഞാനാണെങ്കിൽ കൂടിയും റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഈ പറയുന്നതാണെങ്കിലും റിയാക്ഷനാണ്. സോ ദാറ്റ്സ് അതവരുടെ ഒരു പോപ്പുലാരിറ്റി ആണ്. അപ്പം എന്തായാലും ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റീസ് ഭയങ്കര മിസ്ലീഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് സുധിച്ചേട്ടൻ എന്തായാലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു ഇറയ്ക്ക് മേ ബി ഇസ് ഗോയിങ് ടു ബി എൻഡ് കിട്ടാൻ പോകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകളുടെ റോൾ മോഡലാണ് രേണുസുതി എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരുമ്പോൾ നമ്മളങ്ങനെ ആ നെഗറ്റീവ്സിനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് തന്നെ ഹാൻഡിൽ ചെയ്യണം. പക്ഷെ നമ്മൾ തന്നെ നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറയുമ്പം, അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്താ പറയുക, അതിനോട് യോജിക്കുന്നത് ഞാൻ യോജിക്കാറില്ല. കാരണം നമുക്കറിയാം പുള്ളിക്കാരിയുടെ ഒരു റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര ഞാൻ അങ്ങനെയാണ്, ഞാൻ പാവങ്ങളുടെ തമനയാണ്, ഞാൻ നിക്കറിട്ടുകൊണ്ട് പോകും, ഓരോ കാര്യങ്ങളും ഇറ്റ്സ് ക്രിയേറ്റിംഗ് ആണ്. അപ്പം ആദ്യം തൊട്ടുള്ള ഇഷ്യൂസും തുടങ്ങുകയാണെങ്കിൽ വീട് വെച്ച് തന്നതിൻ്റെ പ്രശ്നം, വീടിൻ്റെ പ്രശ്നങ്ങൾ, വീട് വെച്ച് തന്നതിൻ്റെ പ്രശ്നങ്ങൾ, സ്ഥലം കൊടുത്ത പുള്ളിക്കാരൻ്റെ ഇഷ്യൂ, പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ, കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ടാണ്, ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കടച്ചിൽ നാടകം, അങ്ങനെയൊക്കെ പല രീതിയിലും ഭയങ്കര വെൽ പ്ലാൻഡ് ആയിട്ട് നല്ല ബ്രെയിൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. ബട്ട് ഇത് ഒരുപാട് പേരെ മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇതാണ് ബോൾഡ്, അല്ലെങ്കിൽ ഇതാണ് സ്ട്രോങ്, ഇതാണ് പെണ്ണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള, അതായത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. സോ അത് ഒരുപാട് പെണ്ണുങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. സോ ഞാനൊരിക്കലും എന്ന് പറയുന്ന ഒരാൾ, എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ, മറ്റുള്ളവരെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, പോസിറ്റീവോ നെഗറ്റീവോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അപ്പം അല്ലെങ്കിൽ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ബട്ട് ഈവൻ നമ്മൾ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ, നമ്മളല്ല ആക്ച്വലി ഇപ്പം രേണുസുതിനെ പോലെയുള്ള ഒരുപാട് പേർക്ക് അതൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് രേണുസുതി അല്ലേ. അപ്പോൾ പുള്ളിക്കാരി പോസിറ്റീവ് ചെയ്താലും നെഗറ്റീവ് ചെയ്താലും ഒരുപാട് ആൾക്കാർ, നമ്മളെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, രേണുസുതിനെ പോലെ കുറച്ച് നെഗറ്റിവിറ്റി ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ
കയറിപ്പോകും എന്നുള്ള രീതിയിലൊക്കെ ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ രേണുസുതി അവസാനം എടുത്തിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ലൈക്ക് ഭയങ്കര എന്താ പറയുക, കുറച്ച് എക്സ്പോസ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ എന്തായാലും കാത്തിരുന്ന് കാണാം. സോ ഈ ഒരു എറ എന്ന് അവസാനിക്കുമെന്ന് ഓർത്ത് നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ എന്തായാലും നമുക്ക് ആ ഒരു കമൻസൊക്കെ വെച്ചിട്ട് നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത്. സോറി, അഭിജിത്ത് ഇന്ന് ഇവിടെ ഇല്ല. അപ്പോൾ ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞാനും എൻ്റെ കണ്ണനും കൂടെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.